ഹലോ, എല്ലാവർക്കും PSC ആസ്പിരൻ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ പാർട്ട് 2-ലെ 7ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി 10ത്തെ ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ചാപ്റ്റർ നമ്മൾ എടുക്കുന്നു. അതിനുശേഷം 10ാം ക്ലാസ്സിലുള്ള ഇന്ത്യൻ ഹിസ്റ്ററി മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്ലാസ് എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കുറച്ച് വലിയ ചാപ്റ്ററാണ്, എന്നാലും നമുക്കത് നല്ല രീതിക്ക് തന്നെ പഠിച്ചു പോവാം. അപ്പോൾ എല്ലാവരും അവസാനം കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചു കൊണ്ടുവരുന്ന ജീനുകളും കുളമ്പുകളുമൊക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ടലങ്കരിച്ച കളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നാട്ടിൽ നിന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻപുറത്തുകാർ ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരി ഉടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കൈയിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ഇതൊക്കെ ഏതിലത്തെ വരികളാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസും ചേർന്ന് എഴുതിയിട്ടുള്ള ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നതിലെ ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസ് എഴുതിയിട്ടുള്ളതാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ വരികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട വിവിധ കാഴ്ചകളാണ് മുകളിൽ നൽകിയിരുന്നത്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് 1947 ഓഗസ്റ്റ് 15. പിന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടനുബന്ധിച്ച് പ്രമുഖ പത്രത്തിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണിത്. സ്വാതന്ത്ര്യ നക്ഷത്രം അസ്തമിക്കാതിരിക്കട്ടെ. ഇന്ത്യ സ്വാതന്ത്ര്യമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനൊപ്പം ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ സ്വതന്ത്രമാകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചു. അതിനാൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ അവസരമായിട്ട് മാറി. ഇനിയാണ് വിഭജനാനന്തര ഇന്ത്യ, വിഭജനത്തിന് ശേഷമുള്ള ഇന്ത്യ. ഇന്ത്യൻ വിഭജനത്തിൻ്റെ വിശദമായ ഭൂപടം തയ്യാറാക്കാനായി ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായ സിറിൽ റാഡ്ക്ലിഫിനെയായിരുന്നു ചുമതലപ്പെടുത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കാൻ ഏർപ്പെടുത്തിയത് സിറിൽ റാഡ്ക്ലിഫ്. വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയെങ്കിലും ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നിരുന്നു. വിഭജനത്തിന് ശേഷം ചില പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ ഭാഗമായി, എന്നാലും ഭൂരിപക്ഷം ഇന്ത്യയിൽ തന്നെയാണ് നിന്നിരുന്നത്. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. ബംഗാളും പഞ്ചാബും വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. പശ്ചിമ ബംഗാൾ ഇന്ത്യയിലാണ്, എന്നാൽ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടെയും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാൻ്റെയും ഭാഗമായിട്ട് മാറി. പൂർവ്വ പഞ്ചാബ് ഇന്ത്യ, പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാൻ. അതുപോലെ പശ്ചിമ ബംഗാൾ ഇന്ത്യ, പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാൻ. പൂർവ്വ ബംഗാളും പശ്ചിമ പഞ്ചാബും പാകിസ്ഥാൻ്റെ, പശ്ചിമ ബംഗാളും പൂർവ്വ പഞ്ചാബും ഇന്ത്യയുടെ. കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. അസമിൽ നടത്തിയിട്ടുള്ളതാണ് ഹിതപരിശോധന. അതിൻ്റെ ഭാഗമായിട്ട് സിൽഹറ്റ് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. സിൽഹറ്റും ഹിതപരിശോധനയും ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹറ്റ്. അസം ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്നു സിൽഹറ്റ് എന്ന് പറയുന്നത്. 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കുന്നതോടൊപ്പം സിൽഹറ്റിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു.
47 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ സിൽഹെറ്റിലെ ഹിതപരിശോധന നടത്തുവാനായിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായി സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. തുടർന്ന് ഹിതപരിശോധന നടന്നു. അതിൻ്റെ ഫലമായിട്ട് സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശം കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. കരിംഗഞ്ച് പ്രദേശം, സിൽഹെറ്റിലെ കരിംഗഞ്ച് മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് നിലനിന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപ്രാപ്തിയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ എന്നായിരുന്നു അന്നത്തെ പ്രമുഖ ദിനപത്രമായ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യപ്രാപ്തിനെ മാഞ്ചസ്റ്റർ ഗാർഡിയൻ വിശേഷിപ്പിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബന്ധം വിടർത്തൽ. മാഞ്ചസ്റ്റർ ഗാർഡിയൻ. സിൽഹെറ്റ് 47 മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കി പഞ്ചാബും ബംഗാളിനും വേർതിരിക്കാൻ തീരുമാനിച്ചു. അതിലൊപ്പം തന്നെ സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സിൽഹെറ്റിൽ ഹിതപരിശോധനയുടെ ഫലമായിട്ട് കിഴക്കൻ പാകിസ്ഥാനിൽ ചേരാനായിട്ടുള്ള അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. പിന്നെ സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം മാത്രം അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് നിലകൊണ്ടു. വിഭജനാനന്തരം പാകിസ്ഥാൻ്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു പടിഞ്ഞാറൻ പഞ്ചാബ്. അവിടെ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് വന്നു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. ഇന്ത്യയുടെ പഞ്ചാബിൽ നിന്നിട്ട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് നീങ്ങി. ബംഗാൾ വിഭജിതമായെങ്കിലും പഞ്ചാബിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു കൂട്ടപ്പലായനം അവിടെ ഉണ്ടായില്ല. അതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബിൽ പലായനം സംഭവിച്ചു. പഞ്ചാബിലുണ്ടായിരുന്ന സിഖുകാരും ഹിന്ദുക്കളും ഇന്ത്യയിലേക്കും, ഇന്ത്യയുടെ പഞ്ചാബിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് മാറി. എന്നാൽ ബംഗാളിൽ അങ്ങനെ ഉണ്ടായില്ല. അതിന് കാരണം 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ വളർന്ന മതനിരപേക്ഷതയിലൂന്നിയ ദേശീയത. പിന്നെ ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം. ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പലായനത്തിന് വിഘാതമായി. ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുള്ള പലായനത്തിന് വിഘാതമായി. ഇനി റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ ഭാഗമായിട്ട് അതിർത്തി രേഖ തയ്യാറാക്കിയിട്ടുള്ള സിറിൽ റാഡ്ക്ലിഫ് അതിനു മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയോ അതിൻ്റെ സവിശേഷത മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് യാതൊരു മുൻധാരണയുമില്ലാതെ വെറും 5 ആഴ്ച കൊണ്ട് തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാണ്ട് വെറും 5 ആഴ്ച കൊണ്ട് തയ്യാറാക്കിയതാണ് റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്നത്. ഇനി വിഭജനം നോവായി മാറിയപ്പോൾ ഈയിടെ ഉണ്ടായ കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോവാഖൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മതിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹുതി നടത്തിയ രാജസ്ഥാനി സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുമ്പ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും എന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമം വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തുനിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. വളരെയധികം ഉണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടും എന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിൽ ഇല്ലായിരുന്നു. പറഞ്ഞിട്ടുള്ളതാണ് ഉർവശി ഭൂട്ടാലിയുടെ ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ബുക്കിലെ ഉർവശി ഭൂട്ടാലിയുടെ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ബുക്കിലുള്ള വിഭജന സമയത്ത് ഉണ്ടായതാണ്. മൗനത്തിൻ്റെ മറുപുറം എന്ന ഗ്രന്ഥത്തിൽ ഉർവശി ഭൂട്ടാലി ഉദ്ധരിച്ച വാർത്തയാണ്.
അപ്പോൾ മൗനത്തിൻ്റെ മറുപുറം അല്ലെങ്കിൽ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നുള്ള ഗ്രന്ഥം ഉർവശി ഭൂട്ടാലിയുടെ 1947 ഏപ്രിൽ 15 സ്റ്റേറ്റ്സ്മാനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണിത്. 47 ഏപ്രിൽ 15 വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായ നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാൻ കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട്. വിഭജനം ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും പ്രവഹിച്ചു. അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും. പാകിസ്ഥാനിലെ ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ മുസ്ലിമുകൾ പാകിസ്ഥാനിലേക്കും പോയി. അങ്ങനെ അഭയാർത്ഥി പ്രവാഹം വ്യാപകമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും 10,000 കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ അവിടെ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും കൊണ്ടുപോകലിന് ഇരകളായി. രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ഗാന്ധിജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്ക്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രസംഗത്തിൽ നിന്നെടുത്ത ഒരു ഭാഗം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗമായിരുന്നു അത്. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി പ്രയത്നിച്ച ഗാന്ധിജി ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 48 ജനുവരി 30 വർഗീയവാദിയായി നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചു. അപ്പോൾ ഗാന്ധിജി മരിച്ചത് 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത്. എവിടെ വെച്ചായിരുന്നു? ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച്. ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണം. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര. ഭരണഘടനയിലേക്കുള്ള പടവുകൾ. ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയായിരുന്നു. 1946 ഡിസംബർ 13 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത് 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം 47 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നു. 49 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 49 നവംബർ 26 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം നിലനിന്നു. അപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് 1951-52. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചത് 1946 ഡിസംബർ 13. പിന്നെ ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അത് 1947 ജനുവരി 22 അത് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. തുടർന്ന് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. പിന്നെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1951-52 വന്നു. അങ്ങനെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. കോളനിവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചിരുന്ന ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണ്? അഭയാർത്ഥികളുടെ പുനരധിവാസം. സ്വതന്ത്രമായപ്പോൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ്, ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായൊരു വിദേശ നയം രൂപപ്പെടുത്തൽ. സ്വതന്ത്രമായപ്പോൾ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ്, ഫ്രഞ്ച് പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം, പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്താം, സ്വതന്ത്രമായൊരു വിദേശ നയം രൂപപ്പെടുത്താം.
അതിലാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം. വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിൽ അഭയാർത്ഥികളായിട്ട് മാറി. പാകിസ്ഥാനിൽ നിന്ന് 60 ലക്ഷത്തിലധികം പേര് ഇന്ത്യയിൽ അഭയാർത്ഥികളായി. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കുന്ന നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചു. 51 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു. അപ്പോൾ 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രവാഹം പരിഹരിക്കാനായിട്ട് സാധിച്ചു. വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം കുറവായിരുന്നു. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു കൂടുതൽ. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് പ്രവാഹം കുറവായിരുന്നുവെങ്കിലും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടിരുന്നു. പിന്നീട് തമ്മിൽ നടന്ന സംഘർഷങ്ങൾ കാരണം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തോടെയാണ് അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിക്കാനായത്. 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിലൂടെ അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാനായിട്ട് സാധിച്ചു. ഇനി ബംഗ്ലാദേശ് രൂപീകരണം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടത്. ഇന്ന് ബംഗ്ലാദേശ് ഇരിക്കുന്നത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വിവേചനം നേരിട്ട കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടി ബംഗ്ലാദേശ് എന്ന രാജ്യമായിട്ട് മാറി. അപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടിയിട്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമായിട്ട് മാറി. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നാട്ടുരാജ്യങ്ങളുടെ അടുത്ത വെല്ലുവിളി, ഇന്ത്യ നേരിട്ട അടുത്ത വെല്ലുവിളിയാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിൽ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ സ്വതന്ത്ര രാജ്യങ്ങളായി നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ 565 നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് പാകിസ്ഥാനിലോ ഇന്ത്യയിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിലനിൽക്കാനോ അധികാരം ഉണ്ടായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായൊരു ദൗത്യമായിരുന്നു. ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും ആയിരുന്നു. ലയന കരാർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസെഷൻ, ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിച്ചു. പട്ടേലും VP മേനോനും. എന്നാൽ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. ഈ നാട്ടുരാജ്യങ്ങളെ അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത്. ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. അപ്പോൾ ലയനക്കരാറ് പ്രകാരം നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ കാശ്മീർ, ജുനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. നാട്ടുരാജ്യങ്ങളെ ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയാണ് യൂണിയനിൽ ലയിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പ്രിവി പേഴ്സ് അനുവദിച്ചു നൽകി. ഇനി എന്താണ് പ്രിവി പേഴ്സ്? ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചു. ലയിപ്പിച്ചപ്പോൾ നാട്ടുരാജാക്കന്മാരായിട്ട് ചെറിയ കരാറിലൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചു. ഇതിനൊന്നും രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും നഷ്ടപ്പെട്ടു. ലയിപ്പിച്ചപ്പോൾ രാജാക്കന്മാർക്ക് അധികാരവും വരുമാനമൊക്കെ നഷ്ടമായി. ഇത് പരിഹരിക്കാൻ വേണ്ടി നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തിക സഹായമായി ഒരു നിശ്ചിത തുക നൽകി. അതിനാണ് പ്രിവി പേഴ്സ് എന്നറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്ന അധികാരവും വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നാട്ടുരാജ്യങ്ങളിലെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായിട്ടൊരു നിശ്ചിത തുക നൽകി. അതിനാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. അതിനായി ഭീമമായ തുക സർക്കാരിന് ചിലവായിരുന്നു. അത് 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരമാണ് പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കിയത്. 71 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോഴാണ് ഭരണഘടനയുടെ 26ാമത്തെ ഭേദഗതി പ്രകാരം ഈ പ്രിവി പേഴ്സ് നൽകുന്നത് നിർത്തലാക്കിയത്.
ഇനി അഭയാർത്ഥികളുടെ പുനരധിവാസവും നാട്ടുരാജ്യങ്ങളുടെ സംയോജനവും കഴിഞ്ഞിട്ട് അടുത്ത ഒരു വെല്ലുവിളിയായിരുന്നു ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം എന്ന് പറയുന്നത്. ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷവും രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിലായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിലുണ്ടായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയ സമരങ്ങൾ ശക്തമായി. തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ച ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടുപോകാൻ തയ്യാറായി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1947. അതിനുശേഷം ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യയിലെ അധീന പ്രദേശങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥന മാനിച്ചിട്ട് 1954 ഇന്ത്യ വിട്ടു പോകാൻ വേണ്ടിയിട്ട് ഫ്രാൻസുകാർ തയ്യാറായി. തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായി. അപ്പോൾ ഫ്രഞ്ചുകാരുടെ അധീന പ്രദേശങ്ങളായിരുന്നു പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ. അതൊക്കെ 1954 ഈ ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലായി. എന്നാൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിച്ചു. 1954 ജനകീയ സമരത്തെ തുടർന്ന് ദാദ്ര നാഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. എന്നിട്ട് 1954 ജനകീയ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ദാദ്ര നാഗർ ഹവേലി അവിടെ പ്രദേശങ്ങളിലെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിച്ചു. തുടർന്ന് 1961 സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുകയും ചെയ്തു. ആ സൈനിക നടപടിയെ VK കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ചതാണ് പോലീസ് ആക്ഷൻ. 1954 ഫ്രാൻസ് ഇന്ത്യ വിട്ടുപോയി. അപ്പോൾ പോണ്ടിച്ചേരി, മാഹി, യാനം, കാരയ്ക്കൽ, ചന്ദ്രനഗർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലായി. പിന്നെ 1954 ഒരു ജനകീയ പ്രശ്നത്തെ തുടർന്ന് ദാദ്രയും നാഗർ ഹവേലിയും പ്രദേശങ്ങളുടെ പോർച്ചുഗീസുകാരുടെ ആധിപത്യം അവസാനിപ്പിച്ചു. പിന്നെ 1964 ഒരു സൈനിക നടപടി ഉണ്ടായി. അതിൽ ഗോവ, ദാമൻ, ദിയു പ്രദേശം മോചിപ്പിക്കപ്പെടുകയും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ചെയ്തു. ആ സൈനിക നടപടിയെ VK കൃഷ്ണമേനോൻ വിശേഷിപ്പിച്ചതാണ് പോലീസ് ആക്ഷൻ. ഇനി അടുത്ത വെല്ലുവിളിയാണ് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പോൾ ഫസ്റ്റ് അഭയാർത്ഥികളുടെ പുനരധിവാസം, പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പിന്നെ ഫ്രഞ്ച് പോർച്ചുഗീസ് പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക, അതിനുശേഷം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടത്. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ അല്ലെങ്കിൽ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരം മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ ഭാഷാടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണ്ണയിക്കപ്പെടേണ്ടത് എന്ന ശക്തമായ വാദം സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയാണ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ ബന്ധപ്പെട്ട പ്രധാന ഘട്ടങ്ങൾ. അതാണ് സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ദർ അധ്യക്ഷനായിട്ട് 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ SK ദർ അധ്യക്ഷൻ ആയിട്ട് 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സഭ നിയമിച്ചു. ഇപ്പോൾ 1948 നിയമിച്ചു കമ്മീഷൻ. SK ദർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായിട്ട് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാമ്പി സീതാരാമയ്യ എന്നിവർ ഉൾപ്പെട്ട JVP കമ്മിറ്റിയെ 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു.
ശക്തമായ ആവശ്യത്തെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ. ഭാഷാ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യത്തിനെ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇരിക്കുന്നത് ജവഹർലാൽ നെഹ്റു, പട്ടേലുണ്ട്, പട്ടാഭി സീതാരാമയ്യ എന്നിവരുൾപ്പെട്ട ഒരു കമ്മിറ്റി 1948 INC ആണ് നിയോഗിച്ചത്. ഇന്ത്യൻ കോൺഗ്രസ് നിയോഗിച്ചു. ഫസ്റ്റ് 1948 എസ് കെ ദാർ അധ്യക്ഷനായിട്ട് ഒരു ഭാഷാപ്രവിശ്യ കമ്മീഷൻ വന്നു. പിന്നെ 1948 ഈ സംസ്ഥാനങ്ങൾ വേണം എന്നുള്ള ആവശ്യത്തിനെ പരിശോധിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെട്ട ഒരു കമ്മിറ്റീനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1948 തന്നെ നിയോഗിച്ചു. അടുത്തത് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉയർന്നു വരികയും 1952 ഈ ആവശ്യം ഉന്നയിച്ച് 1952 ഈ ആവശ്യം ഉന്നയിച്ച് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അപ്പോൾ ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നത് 1953 ഒക്ടോബർ 1. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അങ്ങനെ 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. അടുത്തതാണ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലിയുടെ നേതൃത്വത്തിൽ KM പണിക്കരും HN കുൻസ്രുവും ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. 1948 എസ് കെ ദാർ അധ്യക്ഷനായിട്ട് ഒരു ഭാഷാപ്രവിശ്യ കമ്മീഷൻ വന്നു. പിന്നെ ഈ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണം എന്നുള്ള ആവശ്യം പരിശോധിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ ഒക്കെ ആയിട്ട് ഒരു കമ്മിറ്റി 1948 രൂപീകരിച്ചു. പിന്നെ 1952 തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ട് പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അങ്ങനെ 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. പിന്നെ ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. പിന്നെ 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശവും 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനവും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അടുത്ത ഒരു വെല്ലുവിളിയാണ് ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. അപ്പോൾ അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യ സംയോജനം, ഫ്രഞ്ച് പോർച്ചുഗീസ് പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കുക, പിന്നെന്താണ് സംസ്ഥാന പുനഃസംഘടന. അടുത്തൊരു വെല്ലുവിളി ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ. നാം രാഷ്ട്രീയമായി സ്വതന്ത്രരായിരിക്കാം, എന്നാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം ആ പദത്തിൻ്റെ ഏത് ശരിയായ പൊരുൾ പ്രകാരവും അവസാനിച്ചിട്ടില്ല. അതിൻ്റെ സാമ്പത്തിക വിവക്ഷ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആരാണ്? 1949 ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിമാർക്ക് എഴുതിയിട്ടുള്ള പ്രത്യേക കത്താണ്. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ നാൾവഴികളാണ് 1938 ഒരു ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചു. ദേശീയ ആസൂത്രണ കമ്മിറ്റി 1938. 1944 ഒരു ബോംബെ പ്ലാൻ തയ്യാറാക്കി. ഇന്ത്യയുടെ ഭാവി സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച MN റോയിയുടെ ജനകീയ പദ്ധതി. 1945 ഒരു ജനകീയ പദ്ധതി MN റോയി. ഗാന്ധിയൻ ആശയങ്ങൾ അധിഷ്ഠിതമായി JC കുമാരപ്പയുടെ ഒരു പദ്ധതി ഗാന്ധിയൻ പ്ലാന്. നെഹ്റു അധ്യക്ഷനായിട്ട് 50 മാർച്ച് 15 നിയമിച്ച ദേശീയ ആസൂത്രണ കമ്മീഷൻ. 1951 മുതൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതികൾ 2015 നിലവിൽ വന്ന നീതി ആയോഗ്. ആസൂത്രണത്തിൻ്റെ നാൾവഴിയാണ് 1938 ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചു. 1944 ബോംബെ പ്ലാൻ. 1945 MN റോയിയുടെ ജനകീയ പദ്ധതി. പിന്നെ JC കുമാരപ്പയുടെ ഗാന്ധിയൻ പ്ലാൻ. പിന്നെ നെഹ്റു അധ്യക്ഷനായിട്ട് 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നു. 1951 മുതൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചു. 2015 നീതി ആയോഗ് നിലവിൽ വന്നു.
ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി തകർന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത്. മുകളിൽ തന്ന കത്ത് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചുവെങ്കിലും ഇന്ത്യക്ക് പരിഹരിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നോക്കാം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക ആസൂത്രണ മാതൃകയിൽ ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ നെഹ്റു മുൻകൈയെടുത്തു. ആരുടെ മാതൃകയിലാണ് ആസൂത്രണ കമ്മീഷൻ വന്നത്? സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിൽ നെഹ്റു ആണ് മുൻകൈയെടുത്തത്. തൽഫലമായി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പൊതുമേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ പിന്തുടർന്നു. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടർന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന പ്രശ്നങ്ങൾ ഭക്ഷ്യദൗർലഭ്യവും ദാരിദ്ര്യവും. ദൗർലഭ്യവും ദാരിദ്ര്യമായിരുന്നു സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രശ്നം. ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് 1-ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. അത് കാർഷിക വികസനത്തിന് ഊന്നൽ നൽകി. പ്രധാന പ്രശ്നങ്ങൾ, ഇന്ത്യ നേരിട്ട പ്രധാന പ്രശ്നം ഭക്ഷ്യദൗർലഭ്യവും ദാരിദ്ര്യവുമായിരുന്നു. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കി. അതിൽ ഫസ്റ്റത്തേന് കാർഷിക വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അഭിവൃദ്ധിക്കായി ജലസേചന സൗകര്യവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. കാർഷിക വ്യവസായ മേഖലകളുടെ അഭിവൃദ്ധിക്ക് ജലസേചനവും ഊർജോൽപാദനവും ആവശ്യമായിരുന്നു. അതിനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടി ആരംഭിച്ചു. സത്ലജ് നദിയിലെ ബക്രാനങ്കൽ ഏത് നദിയിലാണ്? സത്ലജ്. ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നിവ ഇക്കാലത്ത് നിർമ്മിച്ച പ്രധാന നദീതട പദ്ധതി. സത്ലജിലെ ബക്രാനങ്കൽ, ദാമോദർ നദീതട പദ്ധതി, മഹാനദിയിലെ ഹിരാക്കുഡ് എന്നൊക്കെ പ്രധാന പദ്ധതികൾ. അണക്കെട്ടുകൾ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ. ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു 1959 ദാമോദർ നദിയിലെ പാഞ്ചേത്ത് അണക്കെട്ട്, ഇന്നത്തെ ജാർഖണ്ഡ്, സാന്താൾ ഗോത്രവർഗക്കാരിയായ ബുദ്ധിനി മെജ്ഹാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. ഇത് ആണ് സാറാ ജോസഫിൻ്റെ ബുദ്ധിനി എന്ന് പറയുന്ന കൃതി. അപ്പോൾ എന്താണ്? 1959 ദാമോദർ നദിയിൽ പാഞ്ചേത്ത് അണക്കെട്ട്, ഇന്നത്തെ ജാർഖണ്ഡ്, അത് ബുദ്ധിനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിച്ചത്. അപ്പോൾ എന്താണ്? അണക്കെട്ടുകളാണ് ഇന്ത്യയുടെ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ജവഹർലാൽ നെഹ്റു. സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ട് 2-ാം പഞ്ചവത്സര പദ്ധതി വന്നു. സാമ്പത്തിക വികസനവും തൊഴിലില്ലായ്മ പരിഹരിക്കാനും 2ാമത്തെ പദ്ധതി വന്നു. വ്യവസായ വികസനത്തിനായിരുന്നു 2ാമത്തെ പദ്ധതി ഊന്നൽ നൽകിയത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യപുരോഗതി, അതാണ് പഞ്ചവത്സര പദ്ധതികളിലൂടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. വിദേശ രാജ്യങ്ങളിലെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടുകൂടി പൊതുമേഖലയിൽ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് നോക്കാം. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല എവിടെയാണ്? ഒഡീഷ. റൂർക്കേല ഉള്ളത് ഒഡീഷയിൽ. അതിന് സഹായം നൽകിയത് ജർമ്മനിയാണ് റൂർക്കേലയ്ക്ക് സഹായം നൽകിയത്. റൂർക്കേല ഉള്ളത് ഒഡീഷയിൽ. പിന്നെ ഭിലായി ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. അതിന് സഹായം നൽകിയത് റഷ്യ, സോവിയറ്റ് യൂണിയൻ. പിന്നെ ദുർഗാപൂർ പശ്ചിമ ബംഗാളിലാണുള്ളത്. യു കെ ആണ് അതിന് നേതൃത്വം കൊടുത്തത്, സഹായിച്ചിട്ടുള്ളത്. പിന്നെ ബൊക്കാറോ ജാർഖണ്ഡ്, അത് റഷ്യ. അപ്പോൾ റൂർക്കേല ഉള്ളത് ഒഡീഷയിൽ, ജർമ്മനി സഹായം നൽകി. ഭിലായി ഛത്തീസ്ഗഡിൽ, റഷ്യ സഹായം നൽകി. ദുർഗാപൂർ എവിടെയാണ്? പശ്ചിമ ബംഗാളിൽ. യു കെ അല്ലെങ്കിൽ ബ്രിട്ടൻ സഹായം നൽകി. പിന്നെ ബൊക്കാറോ, അത് ജാർഖണ്ഡ്, സോവിയറ്റ് യൂണിയൻ സഹായിച്ചു. തുടർന്നുള്ള പദ്ധതികൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസം, ഊർജ്ജോൽപാദനം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്. ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ് എന്നീ രംഗങ്ങളിലും സ്വതന്ത്ര ഇന്ത്യയിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാമത്തെ പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അതുപോലെ ഭക്ഷ്യ സ്വയം പര്യാപ്തത, വിദ്യാഭ്യാസ, ഊർജ്ജോൽപാദനം അതൊക്കെ ഊന്നൽ നൽകി. പിന്നെ ഭൂപരിഷ്കരണം, കൃഷി, ബാങ്കിങ്, അതിനും എന്താ പറയുക, സ്വതന്ത്ര ഇന്ത്യയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൃഷിക്കും
കൃഷിക്കാണ് മുൻഗണന നൽകിയത്. അതിനുവേണ്ടി ജലസേചന സൗകര്യം, ഊർജ്ജോൽപാദനം ആവശ്യമായിരുന്നു. എന്നിട്ട് കുറേ അണക്കെട്ടൊക്കെ നിർമ്മിച്ചു. സത്ലജിലെ ബക്രാനങ്കിൽ ദാമോദർ നദീതട പദ്ധതി, മഹാനദി ഹിരാക്കുഡ്, ഇതൊക്കെ ഒന്നാം പദ്ധതിയുടെ കാലത്ത് വന്നതാണ്. പിന്നെ സാമ്പത്തിക വികസനം ഉറപ്പുവരുത്താനും തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് വ്യവസായ വികസനത്തിന്, പൊതുമേഖലയെ ശക്തിപ്പെടുത്താനുള്ള രാജ്യപുരോഗതിയാണ് പഞ്ചവത്സര പദ്ധതികളുടെ ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അങ്ങനെ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് ഇരുമ്പുരുക്ക് വ്യവസായശാല വന്നു. റൂർക്കേല, ഭിലായി, ദുർഗാപൂർ, ബൊക്കാറോ. റൂർക്കേല ഉള്ളത് ഒഡീഷയിൽ, ഭിലായി ഉള്ളത് ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. റൂർക്കേലയ്ക്ക് സഹായിച്ചത് ജർമ്മനി, ഭിലായിനെ റഷ്യ, ദുർഗാപൂരിനെ ബ്രിട്ടൻ, ബൊക്കാറോനെ റഷ്യ. പിന്നെയാണ് ഭൂപരിഷ്കരണം, ലാൻഡ് റിഫോംസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണം. സ്വതന്ത്ര ഇന്ത്യയിലെ കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച നടപടിയായിരുന്നു ഭൂപരിഷ്കരണം. കാർഷിക രംഗത്തെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു നടപടിയായിരുന്നു ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് കൈവശം വയ്ക്കാനും ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നതായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. എന്താണ് ഭൂപരിഷ്കരണം? വ്യക്തികൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക ഇതിലൂടെ ലക്ഷ്യമിട്ടത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഭൂപരിഷ്കരണം എന്ന ആശയം രൂപപ്പെട്ടിരുന്നു. നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കി JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റിയെ നിയോഗിച്ചു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഭൂപരിഷ്കരണം എന്നുള്ള ആശയം ഉണ്ടായിരുന്നു. പിന്നെ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ കൂടിയിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം JC കുമരപ്പയുടെ നേതൃത്വത്തിൽ ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി, അഗ്രേറിയൻ റിഫോംസ് കമ്മിറ്റി നിയോഗിച്ചു. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂവുടമകൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിച്ച് മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നിയമം നടപ്പിലാക്കി. ഒരു പരിധിവരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനും അത് സഹായിച്ചു. അപ്പോൾ ഭൂപരിഷ്കരണം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വ്യക്തികളുടെ കൈവശം വയ്ക്കുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുക എന്നായിരുന്നു. എന്നിട്ട് മിച്ചഭൂമി പാവപ്പെട്ട ഭൂരഹിതരായ കർഷകർക്ക് വിതരണം ചെയ്യുക. അങ്ങനെ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഒരു കാർഷിക പരിഷ്കരണ കമ്മിറ്റി രൂപീകരിച്ചു JC കുമരപ്പയുടെ നേതൃത്വത്തിൽ. അതാണ് ഭൂദാന പ്രസ്ഥാനം. നിയമനിർമ്മാണത്തിലൂടെയല്ലാതെ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിനായിട്ട് വിനോബ ഭാവെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഭൂദാന പ്രസ്ഥാനം. അത് ആരംഭിച്ചത് വിനോബ ഭാവെയും അനുയായികളും ഗ്രാമങ്ങൾ തോറും പദയാത്രകൾ നടത്തി വൻകിട ഭൂവുടമകളെ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂദാനമായി നൽകാനും പ്രേരിപ്പിച്ചു. വൻകിട ഭൂവുടമകളുടെ കൈവശമുള്ള ഭൂമിയുടെ 1/6 ഭൂമി ദാനമായിട്ട് നൽകാനായിട്ട് പ്രേരിപ്പിച്ചു. അങ്ങനെ ലഭിച്ച ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ഭൂപരിഷ്കരണ നിയമങ്ങൾ നിലവിൽ വന്നതോടെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കുറഞ്ഞു. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെ. നിയമങ്ങളിലൂടെ അല്ലാണ്ട് ഭൂമി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് കാൽനടയായിട്ട് വലിയ ഭൂവുടമകളെയൊക്കെ സന്ദർശിച്ച് അവരുടെ 1/6 ഭൂമി പാവങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു. അതാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെ. ഭക്ഷ്യോൽപാദനം വിപ്ലവങ്ങളിലൂടെ. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ ഇന്ത്യ നടപ്പിലാക്കിയ പദ്ധതികൾ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചതിനാൽ അവയെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നു. ഭക്ഷ്യോൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ 1960 മുതൽ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. രാഷ്ട്ര നേതാക്കളുടെയും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമമാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുവാൻ ഇന്ത്യയെ സഹായിച്ചത്. രാഷ്ട്ര നേതാക്കളും ശാസ്ത്രജ്ഞരുടെയും കൂട്ടായ പരിശ്രമം, ഇതാണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടാൻ ഇന്ത്യയെ സഹായിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കിയാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. കാർഷിക മേഖലയുടെ പുരോഗതി, ഭക്ഷ്യോൽപാദന രംഗത്തെ സ്വയം പര്യാപ്തത, ഇതൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ചതാണ് ഹരിത വിപ്ലവം. അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനം, ജലസേചന സൗകര്യം, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലം കൊണ്ട് കാർഷിക മേഖലയിൽ കൈവരിച്ച മാറ്റങ്ങൾ ഹരിത വിപ്ലവം എന്നറിയപ്പെടുന്നു.
ഹരിതവിപ്ലവത്തിൽ ഉപയോഗിച്ചത് അത്യുൽപാദനശേഷിയുള്ള വിത്തിനം, ജലസേചന സൗകര്യം, രാസവളങ്ങൾ, കീടനാശിനികൾ, അത്യാധുനിക യന്ത്രങ്ങൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി ചുരുങ്ങിയ കാലയളവിൽ ഉണ്ടായ മാറ്റങ്ങളാണ് ഹരിതവിപ്ലവം. 1960 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയും 2 ഘട്ടങ്ങളിലായാണ് ഹരിതവിപ്ലവം നടന്നത്. 1960 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയും അങ്ങനെ 2 ഘട്ടത്തിലാണ് ഹരിതവിപ്ലവം നടന്നത്. MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാണ് MS സ്വാമിനാഥൻ. എന്നാൽ ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് നോർമൻ ബോർലോഗാണ്. നോർമൻ ബോർലോഗാണ് ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തെ തുടർന്ന് പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും വർധന ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയത് ധവള വിപ്ലവം. പാലിൻ്റെയും പാലുൽപ്പന്നങ്ങളുടെയും ലക്ഷ്യമിട്ട് നടന്നതാണ് ധവള വിപ്ലവം. അതിൻ്റെ ആളാരാണ് ധവള വിപ്ലവം? വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിൻ്റെ ആൾ. പിന്നെ മത്സ്യത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിയിട്ട് നീല വിപ്ലവം. മത്സ്യം നീല വിപ്ലവം, പാല് ധവള വിപ്ലവം. കാർഷിക രംഗത്തുണ്ടായത് ഹരിത വിപ്ലവം. ഇന്ത്യയിലെ വിജയങ്ങൾ ഇതിലൂടെ രാജ്യത്ത് നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനും സാധിച്ചു. ധവള വിപ്ലവം. മലയാളിയായ ഡോക്ടർ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പാലുൽപാദനത്തിനായിട്ട് സമൂലമായ മാറ്റങ്ങൾക്ക് ധവള വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഭാഗമായി ഗുജറാത്തിലെ ആനന്ദ് എന്ന നഗരത്തിൽ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ക്ഷീരോത്പാദക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ക്രമേണ ഇത് അമൂൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന പ്രശസ്തമായ ക്ഷീരോത്പാദന സംഘമായി മാറുകയും ചെയ്തു. ഗുജറാത്തിലെ ആനന്ദിൽ ആണ് ആരംഭിച്ചത്. അത് അമൂലാണ് ഇപ്പോൾ അറിയപ്പെടുന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആരാണ്? മലയാളിയായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ. പിന്നെ ബാങ്കുകളുടെ ദേശസാൽക്കരണം. സ്വതന്ത്ര ഇന്ത്യയിലെ ബാങ്കുകൾ വൻകിട വ്യവസായികളുടെയും സമ്പന്നരായ വ്യക്തികളുടെയും ഉടമസ്ഥയിലായിരുന്നു. ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയതിനാൽ കർഷകർക്കും സാധാരണക്കാർക്കും വായ്പയും മറ്റ് സേവനങ്ങളും ലഭിക്കാതെ വന്നു. തുടർന്ന് 1969 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ് 14 ബാങ്കുകളുടെ ഉടമസ്ഥത ഏറ്റെടുത്തു. അതാണ് ബാങ്ക് ദേശവൽക്കരണം. 1969 14 ബാങ്കിൻ്റെ ഉടമസ്ഥത ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിനാണ് ബാങ്ക് ദേശസാൽക്കരണം എന്നറിയപ്പെടുന്നത്. പിന്നീട് 6 ബാങ്കുകൾ കൂടി സർക്കാർ ഏറ്റെടുത്തു. 6 ബാങ്ക് സർക്കാർ ഏറ്റെടുത്തത് 1980 രണ്ടാമത്തെ ബാങ്ക് ദേശസാൽക്കരണം. അങ്ങനെ മൊത്തം 20 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ആസൂത്രണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയമാണ് ഇന്ത്യ പിന്തുടർന്നത്. പൊതുമേഖലയെ ശക്തിപ്പെടുത്താൻ ഈ നയങ്ങൾ സഹായകമായി. എന്നാൽ 1990കളിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി. തുടർന്ന് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നീ സാമ്പത്തിക നയങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചു. തൽഫലമായി പൊതുമേഖലയിലെ പല സംരംഭങ്ങളും സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഹരിത വിപ്ലവം ആരംഭിച്ചു 60കളിലും 60 മുതൽ 70 വരെ 70 മുതൽ 80 വരെ 2 ഘട്ടങ്ങളിൽ ഹരിത വിപ്ലവം നടന്നു. അത്യുൽപാദനശേഷിയുള്ള വിത്തിനം, ജലസേചന സൗകര്യം, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചു. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ലോകത്തിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൻ ബോർലോഗ്. പിന്നെ പാലിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ലക്ഷ്യമാക്കിയിട്ടുള്ള വിപ്ലവമാണ് ധവള വിപ്ലവം. മത്സ്യത്തിൻ്റെ ഉൽപ്പാദന മേഖലയുടെ പുരോഗതി ലക്ഷ്യമാക്കിയിട്ട് നീല വിപ്ലവവും. ധവള വിപ്ലവത്തിൻ്റെ ആളാണ് വർഗീസ് കുര്യൻ. അമൂല് ഗുജറാത്തിലെ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡാണ് അമൂലിൻ്റെ ഫുൾ ഫോം. പിന്നെ ബാങ്ക് ദേശസാൽക്കരണം. എന്താ പറയുക, ബാങ്കുകൾ സമ്പന്നർക്ക് മുൻഗണന നൽകിയപ്പോൾ കർഷകർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ വായ്പയും മറ്റും സേവനങ്ങളൊക്കെ ലഭിക്കേണ്ടി വന്നപ്പോൾ 1969 ഇന്ദിരാഗാന്ധി 14 ബാങ്കുകൾ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിനെയാണ് ബാങ്ക് ദേശസാൽക്കരണം പറയുന്നത്. പിന്നെ 1980 6 ബാങ്കുകൾ കൂടി ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുത്തു. അങ്ങനെ മൊത്തം 20 ബാങ്കുകളിനെയാണ് ദേശസാൽക്കരിച്ചത്. പിന്നെ 1990കളിൽ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങളുണ്ടായി. 1991 പുത്തൻ സാമ്പത്തിക നയം വന്നു. അങ്ങനെ 3 ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം. എന്താ പറയുക, LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ.
അങ്ങനെ 3 1999 വന്നു. ഇനി വിദ്യാഭ്യാസം. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് അടിത്തറ പാകിയത് ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കാനും ശുപാർശകൾ സമർപ്പിക്കാനും ഗവൺമെൻറ് പല ഘട്ടങ്ങളായിട്ട് വിവിധ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. അങ്ങനെ ചില കമ്മീഷനുകളാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ് വന്നത് 1948 അത് രാധാകൃഷ്ണൻ കമ്മീഷൻ വന്നു. അത് ഊന്നൽ നൽകിയത് സർവകലാശാല വിദ്യാഭ്യാസത്തിനാണ്. രാധാകൃഷ്ണ കമ്മീഷൻ 48 സർവകലാശാല വിദ്യാഭ്യാസം. ലക്ഷ്മണസ്വാമി മുതലിയാർ 1952 വന്നു. സെക്കൻഡറി വിദ്യാഭ്യാസം. ഈ ത്രിഭാഷാ പദ്ധതിയൊക്കെ മുതലിയാറായിരുന്നു. രാധാകൃഷ്ണ കമ്മീഷൻ 48 സർവകലാശാല വിദ്യാഭ്യാസം. ലക്ഷ്മണസ്വാമി മുതലിയാർ 52 സെക്കൻഡറി വിദ്യാഭ്യാസം. പിന്നെ DS കോത്താരി 64 DS കോത്താരി വന്നു. DS കോത്താരി കമ്മീഷൻ 64 വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന 64 DS കോത്താരി. പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം 86 ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അതിന് പ്രാഥമിക വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും അതിനാണ് ഊന്നൽ നൽകിയത്. പിന്നെ 2020 ഒരു വിദ്യാഭ്യാസ നയം വന്നു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിനും ഊന്നൽ നൽകി. രാധാകൃഷ്ണ കമ്മീഷൻ 48 സർവകലാശാല. മുതലിയാർ കമ്മീഷൻ 52 സെക്കൻഡറി വിദ്യാഭ്യാസം. പിന്നെ 64 കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ ഘടന. പിന്നെ 86 ഒരു വിദ്യാഭ്യാസ നയം വന്നു. അത് പ്രാഥമിക വിദ്യാഭ്യാസം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. 2020 ഒരു വിദ്യാഭ്യാസ നയം വന്നു. അത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും. പിന്നെ അറിവിൻ്റെ വിപ്ലവം. ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല. ആരാ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ശാസ്ത്രത്തെ പുരോഗമിക്കാൻ അനുവദിക്കുന്ന പക്ഷം അതിൻ്റെ പുരോഗതിക്ക് ദൃശ്യമായ സീമയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ബുക്കിൽ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൻ്റെ അവിഭാജ്യ ഘടകമാണ് ശാസ്ത്ര വികസനം എന്ന് തിരിച്ചറിഞ്ഞ ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് മുകളിൽ വായിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് അദ്ദേഹം പ്രോത്സാഹനം നൽകി. ആര്? ജവഹർലാൽ നെഹ്റു. ഇതോടൊപ്പം ശാസ്ത്രീയ മനോഭാവത്തിലധിഷ്ഠിതമായ സമൂഹ സൃഷ്ടി തൻ്റെ ദൗത്യമായി അദ്ദേഹം കരുതി. അതിനായിട്ട് ഹോമി ജെ ഭാഭ, മേഘ്നാഥ് സാഹ തുടങ്ങിയ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ സേവനം അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ അറിവിൻ്റെ വിപ്ലവം സൃഷ്ടിക്കാൻ ഉതകുന്ന തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾ കാലഘട്ടത്തിൽ അടിത്തറയിട്ടു. അങ്ങനെ ചില സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT-കൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ പ്രോത്സാഹനം നൽകിയ ആളാണ് ജവഹർലാൽ നെഹ്റു. ആളിനെ സഹായിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഹോമി ജെ ഭാഭയും മേഘ്നാഥ് സാഹിയും. പിന്നെ എന്താ പറയുക, നിരവധി സ്ഥാപനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് IIT-കൾ, DRDO, എയിംസ്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, അതൊക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ. പിന്നെ ബുദ്ധൻ ചിരിക്കുന്നു. ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററാണ് ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇന്ത്യയിലെ ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബാർക്ക് അല്ലെങ്കിൽ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഇന്ത്യ ആദ്യത്തെ ആണവ പരീക്ഷണം നടത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ പരീക്ഷണം 1974 മെയ് 18 രാജസ്ഥാനിലെ പൊക്രാനിൽ. ഈ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ്റെ പേരാണ് ബുദ്ധൻ ചിരിക്കുന്നു. ആ വർഷത്തെ ബുദ്ധപൂർണിമ ദിനത്തിൽ പരീക്ഷണം നടത്തിയതിനാലാണ് പേര് ലഭിച്ചത്. ബുദ്ധപൂർണിമ ദിനത്തിലാണ് പരീക്ഷണം നടത്തിയത്, അതുകൊണ്ടാണ് ആ പേര്. 1998 പൊക്രാനിൽ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണമാണ് ഓപ്പറേഷൻ ശക്തി. അതല്ലെങ്കിൽ ബുദ്ധൻ വീണ്ടും ചിരിക്കുന്നു എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ ശക്തി. ബുദ്ധൻ ചിരിക്കുന്നു ആണവ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബാർക്ക്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. 1974 മെയ് 18 ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ. ഓപ്പറേഷൻ്റെ പേര് ബുദ്ധൻ ചിരിക്കുന്നു. ബുദ്ധപൂർണിമ ദിനത്തിൽ നടത്തിയതുകൊണ്ട് ആ പേരിട്ടു. പിന്നെ 1998 പൊക്രാനിൽ രണ്ടാമത്തെ ആണവ പരീക്ഷണം നടത്തി. അതിൻ്റെ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ ശക്തി.
അതാണ് ബഹിരാകാശ ഗവേഷണം. ബഹിരാകാശ ഗവേഷണ രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം. എന്താണ്? രാഷ്ട്ര വികസനത്തിന് ബഹിരാകാശ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം. ഹോമി ജെ ഭാഭ, വിക്രം സാരാഭായി എന്നിവർ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്തുത്യർഹമായ സേവനം നൽകിയ പ്രധാന ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. ബഹിരാകാശ രംഗത്ത് സംഭാവന നൽകിയ ആൾക്കാരാണ് ഹോമി ജെ ഭാഭയും വിക്രം സാരാഭായും. ബഹിരാകാശ പര്യവേഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് 1969 ബാംഗ്ലൂര് കേന്ദ്രമായിട്ട് സ്ഥാപിതമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ISRO എന്ന് വന്നു 1969. എവിടെയാണുള്ളത്? ബാംഗ്ലൂര്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ, തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സെൻറ്റർ തുടങ്ങിയവ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന മറ്റ് പ്രധാന സ്ഥാപനം. ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ്, പിന്നെ ഹൈദരാബാദിൽ ഉള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ, പിന്നെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ, ഇതൊക്കെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വകുപ്പ് നിയന്ത്രിക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ. അപ്പോൾ ISRO എന്ന ഡേറ്റ് 1969 ഓഗസ്റ്റ് 15 ബാംഗ്ലൂരിലാണ് ഉള്ളത് ISRO. പിന്നെന്താ? ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളിൽ ഇന്ത്യയെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച അഭിമാനകരമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപണം. 1975 ഏപ്രിൽ 19 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. 75 ഏപ്രിൽ 19. പിന്നെ ചന്ദ്രയാൻ 1, 2, 3 എന്നിവ ചാന്ദ്ര പര്യവേഷണ ദൗത്യങ്ങൾ. 2013 മംഗൾയാൻ ദൗത്യം, എന്താണ്? ചൊവ്വ. പിന്നെ സൗര ഗവേഷണ ദൗത്യം, ബഹിരാകാശ കാലാവസ്ഥ പഠനം എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ള ആദിത്യ L1 വിക്ഷേപണ ദൗത്യം. ഇതുകൂടാണ്ട് മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാൻ ഗഗൻയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. ഗഗൻയാൻ, മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കാൻ. സൗരദൗത്യമാണ് ആദിത്യ L1, മംഗൾയാൻ എന്നുള്ളത് ചൊവ്വ ദൗത്യമാണ് 2013. പിന്നെ ചന്ദ്രയാൻ 1, 2, 3 ചാന്ദ്ര പര്യവേഷണ ദൗത്യം. പിന്നെ 1975 ഏപ്രിൽ 19 കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. ദേശീയ ബഹിരാകാശ ദിനം. ചാന്ദ്ര ഉപരിതലത്തിൽ ചന്ദ്രയാൻ 3ൻ്റെ പര്യവേഷണം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ സ്മരണയ്ക്ക് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഒരു മിസൈൽ സാങ്കേതികവിദ്യ വിദഗ്ധനും ശാസ്ത്ര ഗവേഷകനുമായിരുന്നു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന, അതായത് DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO എന്നീ സ്ഥാപനങ്ങളിൽ അദ്ദേഹം ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. മിസൈൽ സാങ്കേതികവിദ്യയിലുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ. പിന്നെ ഇന്ത്യയുടെ വിദേശ നയം നമുക്ക് പറയാം. 69 ISRO ബാംഗ്ലൂർ കേന്ദ്രമാക്കിയിട്ട് വന്നു. പിന്നെ ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. പിന്നെ ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്റർ ഉള്ളത്. തിരുവനന്തപുരത്തുള്ളതാണ് വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ. പിന്നെ ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങൾ പ്രധാനമായിട്ട് 1975 ഏപ്രിൽ 19 കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. 2013 മംഗൾയാൻ. പിന്നെ ചന്ദ്രയാൻ 1, 2, 3 ചന്ദ്രയാൻ 3യുടെ വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ സൗര ദൗത്യത്തിനും ബഹിരാകാശ കാലാവസ്ഥാ പഠനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് ആദിത്യ L1. പിന്നെ ഗഗൻയാൻ എന്ന് പറയുന്നത് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ. ഇന്ത്യയുടെ വിദേശ നയം. ലോക സമാധാനം ലക്ഷ്യമാക്കി രൂപീകരിക്കപ്പെട്ട ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മുകളിൽ ചിത്രത്തിലുള്ളത്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി നെഹ്റുവാണ്. നമ്മുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള വിദേശ നയത്തിനാണ് രൂപം നൽകിയത്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? സമാധാനപരമായ സഹവർത്തിത്വം,
കൊളോണിയലിസത്തിനും വർണ്ണ വിവേചനത്തിനും എതിരായിട്ട് നിലകൊള്ളുക. ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക. ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിനും വർണ്ണവിവേചനത്തിനും എതിരായിട്ട് നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് ഇതെല്ലാം. ഇനി എന്താണ് പഞ്ചശീല തത്വങ്ങൾ? ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ളതാണ് പഞ്ചശീല തത്വം. 54-ൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻലായും ഒപ്പുവെച്ചിട്ടുള്ള പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ഇതും ചോദിച്ചിട്ടുണ്ട്. രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ള കാര്യങ്ങളാണ് രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാണ്ടിരിക്കുക, പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കുക, സമത്വവും പരസ്പര സഹായവും പുലർത്തുക, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. ഇങ്ങനെയാണ് ചേരിചേരാ പ്രസ്ഥാനം. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് ആഗോള ശക്തികളായിട്ട് മാറി. ഇവർ തമ്മിൽ ആരംഭിച്ച ശീതയുദ്ധം, കോൾഡ് വാർ, ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായിരുന്നു. ഇരു ശാക്തിക ചേരികളിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കുന്നതിനും രാജ്യ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ വിദേശ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് ചേരിചേരാ പ്രസ്ഥാനം. രണ്ടാം ലോകത്തിന് ശേഷം അമേരിക്കയും റഷ്യയും രണ്ട് വലിയ ശക്തിയായിട്ട് മാറി. ഇതിലൊന്നിലും ചേരാണ്ട് നിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുമായും ആരോഗ്യകരമായ ബന്ധം പുലർത്താൻ ശ്രമിക്കുന്നതിനോടൊപ്പം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സും താൽപ്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിന് രാജ്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 1983-ൽ ന്യൂഡൽഹിയിൽ ചേർന്ന 7ാമത്തെ ചേരിചേരാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ക്യൂബൻ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെൽസിങ്ങിൻ്റെ കൂടെ ഉള്ള ഒരു ചിത്രമാണ്. 1983 ന്യൂഡൽഹിയിലായിരുന്നു 7ാമത്തെ ചേരിചേരാ ഉച്ചകോടി നടന്നത്. അന്നത്തെ 1983-ലെ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി, അന്നത്തെ ക്യൂബയുടെ പ്രസിഡന്റായിരുന്നു ഫിഡൽ കാസ്ട്രോ, പിന്നെ അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി ഗ്യാനി സെൽസിങ്ങും ആയിരുന്നു. കോളനി ഭരണത്തിൻ്റെ പ്രത്യാഘാതങ്ങളെയും വെല്ലുവിളികളെയും മറികടന്ന് ലോകത്തിലെ പ്രധാന ശക്തികളിൽ ഒന്നായി വളരാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ ഇനിയും മുന്നേറേണ്ടതായിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യ വിവിധ മേഖലകളിൽ കൈവരിച്ച പുരോഗതിയെ പറ്റിയാണ് ഒന്നാവശ്യമില്ല. ലോകം ശ്രദ്ധിച്ച കേരളത്തിൻ്റെ വികസനാനുഭവങ്ങൾ. പരിമിതമായ വിഭവങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് ഇന്ത്യയുടെ നയരൂപീകരണ വിദഗ്ധർ പഠിക്കേണ്ടിയിരിക്കുന്നു. എവിടെ നിന്ന്? കേരളത്തിൽ നിന്നും. പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ കേരള വികസന മാതൃകയെപ്പറ്റി നടത്തിയ നിരീക്ഷണമാണ് മുകളിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അത് അമർത്യ സെൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 രാഷ്ട്രീയ ഭൂഭാഗങ്ങളായി വേറിട്ട് കിടന്നിരുന്ന പ്രദേശങ്ങളെയും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും കൂടി ഉൾപ്പെടുത്തിയാണ് 56 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. എന്തൊക്കെയായിരുന്നു? തിരുവിതാംകൂർ, കൊച്ചി, മലബാർ അങ്ങനെ 3 പ്രദേശം. പിന്നെ ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡ് താലൂക്കും ഉൾപ്പെടുത്തി 56 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. കേരള നിയമസഭയിലേക്കുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1957 നടന്നു. എന്നാൽ കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം 1957 ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. രൂപീകരണത്തിന് മുമ്പ് എന്തൊക്കെ ഉണ്ടായിരുന്നു? തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, മലബാർ ഉണ്ടായിരുന്നു, പിന്നെ ദക്ഷിണ കർണാടകയുടെ ഭാഗമായിട്ടുള്ള കാസർഗോഡും ഉണ്ടായിരുന്നു. കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ചുകൊണ്ട് സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി ധാരാളം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഭൂപരിഷ്കരണം കേരളത്തിൽ. മലയപ്പുലയന മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരി ലാശകൾ
മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. ആരെയാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. മലപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു, മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കൂമ്പ് പൊടിച്ചു വന്നു. പിന്നെ മലയെ നടന്നു നടക്കുന്നു മാടത്തിലലയും മുറയും നിലവിളിയും അവശന്മാരാർത്തന്മാരാലംബഹീനന്മാരുടെ സങ്കടമാരായ പണമുള്ളോർ നിർമ്മിച്ച നീതിക്കിതിലൊന്നും പറയുവാനില്ലേ. ഞാൻ പിൻവലിച്ചു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല. ഭൂപരിഷ്കരണ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കേരളത്തിലെ കർഷകരുടെ പൊതുസ്ഥിതിയാണ് മുകളിലെ കവിതാഭാഗം സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരം സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 1957 നിലവിൽ വന്ന കേരള സർക്കാർ കാർഷിക ബന്ദ് നിയമം അവതരിപ്പിച്ചു. കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് 1957 നിലവിൽ വന്നിട്ടുണ്ടായിരുന്ന കേരള സർക്കാർ കാർഷിക ബന്ദ് നിയമം അവതരിപ്പിച്ചു. തുടർന്ന് 1970 ജനുവരി 1 നിലവിൽ വന്ന കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമപ്രകാരം കുടിയന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്നത് 1970 ജനുവരി 1. അതുപ്രകാരം കുടിയന്മാർക്ക് സ്ഥിരാവകാശം ലഭിച്ചു. ഭൂപരിധി. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി 7.5 ഏക്കർ. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പ് പ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂപരിധി എന്ന് പറയുന്നത് 7.5 ഏക്കറും ഒരു കുടുംബത്തിന് 15 ഏക്കറുമാണ്. എന്നാൽ കുടുംബത്തിൽ 5 അംഗങ്ങളിൽ കൂടുതലുണ്ടെങ്കിൽ 20 ഏക്കർ വരെ അവർക്ക് കൈവശം വയ്ക്കാം. അപ്പോൾ 82-ാമത്തെ വകുപ്പിൽ 7.5 ഏക്കറാണ് ഒരു വ്യക്തിക്ക് പറ്റുള്ളൂ. എന്നാൽ ഒരു കുടുംബത്തിലാണെങ്കിൽ അത് 15 ഏക്കറാണ്. എന്നാൽ ആ കുടുംബത്തിൽ 5 പേരേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് 20 ഏക്കർ വരെ കൈവശം വയ്ക്കാം. കേരള ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പാണ് പറയുന്നത്. പിന്നെ കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുടെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണ്? കൈവശ ഭൂമിയുടെ മേലുള്ള പരിധി നിർണ്ണയിച്ചു. ജന്മിത്ത സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടു. കൃഷിഭൂമിയിൽ കുടിയാന് സ്ഥിരാവകാശം. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണവും അസമത്വവും ഒരു പരിധിവരെ ഇല്ലാതാക്കാനായിട്ട് കഴിഞ്ഞു. പരിധി. ഭൂമിയുടെ കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിർണ്ണയിച്ചു. ജന്മിത്തം അവസാനിപ്പിച്ചു. കുടിയാന് സ്ഥിരാവകാശം കിട്ടി. ചൂഷണവും അസമത്വമൊക്കെ ഒരു പരിധിവരെ ഇല്ലാണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. അറിവിൻ്റെ വ്യാപനവും വിനിമയവും കേരളത്തിൽ. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആടലോകണമാത്മ അയ്യങ്കാളിയുടെയാണ്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അയ്യങ്കാളിയുടെ വാക്കുകളാണ് ഇവ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനായി തിരുവല്ലയിലെ പുല്ലാട് സർക്കാർ സ്കൂൾ ഒരു വിദ്യാഭ്യാസ സമരം നടന്നു. തങ്ങളുടെ കുട്ടികളെ അയിത്തജാതിക്കാരോടൊപ്പം ഇരുത്തില്ലെന്ന് സവർണ്ണ മേധാവികൾ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സ്കൂൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഇതിൽ പ്രതിഷേധിച്ച് വെള്ളിക്കര ചോതി, കുറുമ്പൻ ദേവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരൊക്കെയാണ്? വെള്ളിക്കര ചോതി, കുറുമ്പൻ ദേവത്താൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ സമരങ്ങൾ അരങ്ങേറുകയും തൽഫലമായി താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെന്ന് കണക്കാക്കിയിരുന്ന കുട്ടികളെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിലെ എല്ലാ വിഭാഗം കുട്ടികൾക്കും ഒന്നിച്ചിരുന്ന് വിദ്യ നേടാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് കേരളത്തിൽ വിദ്യാഭ്യാസം ജനകീയവും സാർവത്രികവുമായിട്ട് മാറി. ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്നിവയാണ് ഇതിന് വഴിതെളിയിച്ച പ്രധാന ഘടകം. ഇതൊക്കെയാണ് വഴിതെളിയിച്ചിട്ടുള്ളത്? ഭൂപരിഷ്കരണം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം, മിഷണറിമാരുടെ ഇടപെടലുകൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച. അതൊക്കെ ഇന്ന് നിലനിൽക്കുന്ന സാർവത്രികവും സൗജന്യമായ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തെ സ്വാധീനിച്ച മറ്റു ചില ഘടകങ്ങൾ എന്തൊക്കെയാണ്? അച്ചടിയുടെ വ്യാപനം, ഗ്രന്ഥശാലാ പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം, അധികാര വികേന്ദ്രീകരണം. സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തിന് സഹായിച്ചിട്ടുള്ള കുറച്ച് ഘടകങ്ങളാണ് അച്ചടി, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, അനൗപചാരിക വിദ്യാഭ്യാസ സ്ഥാപനം, അധികാര വികേന്ദ്രീകരണം. ഇനി ഗ്രന്ഥശാല പ്രസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ സംഘടിത സാംസ്കാരിക പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല പ്രസ്ഥാനം. 1829 തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് സ്ഥാപിച്ച പബ്ലിക് ലൈബ്രറിയാണ് തിരുവിതാംകൂർ ആദ്യത്തെ ഗ്രന്ഥശാല. അപ്പോൾ ആദ്യത്തെ ഗ്രന്ഥശാല 1829 സ്വാതി തിരുനാൾ സ്ഥാപിച്ചിട്ടുള്ള തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്.
1945 PN പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകളുടെ സമ്മേളനത്തിൽ വെച്ച് രൂപപ്പെട്ട കൂട്ടായ്മയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. അപ്പോൾ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ആളാണ് PN പണിക്കർ എന്നാണ് 1945. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ. ഭൂപരിഷ്കരണത്തിലൂടെ കൃഷിഭൂമി കർഷകന് ലഭ്യമായതോടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം ശക്തിപ്പെട്ടത്. ഭൂപരിഷ്കരണ നിയമങ്ങൾ, 58 കേരള വിദ്യാഭ്യാസ നിയമം തുടങ്ങിയവയിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും സാർവത്രികമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. 58 എന്താണ് കേരള വിദ്യാഭ്യാസ നിയമം വഴി സാർവത്രികവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന് കഴിഞ്ഞു. ജനകീയ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ഫലമായി 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് മാറി. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയത് 1991 ഏപ്രിൽ 18. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമാണ് കേരളം. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതോടുകൂടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. ഇതോടെ ജനപങ്കാളിത്തത്തോടുകൂടി വിവിധ വിദ്യാഭ്യാസ പദ്ധതികളും രൂപീകരിക്കാനായിട്ട് തുടങ്ങി. കേരള പഞ്ചായത്തി രാജ് നിയമം 1994 ഏപ്രിൽ 23 നിലവിൽ വന്നു. ഇനി കേരളവും ഉന്നത വിദ്യാഭ്യാസവും. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ നേടിയ പുരോഗതി ക്രമേണ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും വ്യാപിച്ചു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സമഗ്ര മാറ്റത്തിന് നേതൃത്വം നൽകാൻ ശേഷിയുള്ള യുവതലമുറയെ വാർത്തെടുക്കുക. ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണവും നൂതനമായ കണ്ടെത്തലും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. എന്തൊക്കെയാണ്? ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളിൽ പ്രാവീണ്യം നേടുന്നതോടൊപ്പം ഗവേഷണം നൂതനമായ കണ്ടെത്തലൊക്കെ പരിപോഷിപ്പിക്കുക. അതൊക്കെ കൂടിയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്. കേരള സംസ്ഥാന രൂപീകരണ വേളയിൽ ഒരു സർവകലാശാല മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതേതാണ്? കേരള സർവകലാശാല. എന്നാൽ ഇന്ന് ശാസ്ത്ര സാങ്കേതിക കാർഷിക ആരോഗ്യ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വിവിധ സർവകലാശാലകൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൂടാതെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോളിടെക്നിക്കുകളുണ്ട്, വ്യവസായ പരിശീലന കേന്ദ്രങ്ങളുണ്ട് തുടങ്ങിയവയും കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായത് മുതൽ സാർവത്രിക വിദ്യാഭ്യാസത്തിന് നൽകിയ പ്രാധാന്യവും ആ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങളുമാണ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാ സംസ്ഥാനമായി വളർത്തിയ പ്രധാന ഘടകം. ഇനി ആരോഗ്യമേഖല. വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞു. ഇനി ആരോഗ്യമേഖല എന്താണ്? വികസിത രാജ്യങ്ങളോട് പിടിക്കത്തക്ക വിധത്തിലുള്ള പൊതുജനാരോഗ്യ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. കുറഞ്ഞ ചിലവിൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യമേഖലയെ ലോക നിലവാരത്തേക്ക് എത്തിക്കാനും മികച്ച ആരോഗ്യ പരിപാലനം ഉറപ്പാക്കാനും കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങളാണ് കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. കുറഞ്ഞ ശിശുമരണം, കുറഞ്ഞ മാതൃമരണം, ഉയർന്ന ആയുർദൈർഘ്യം, അതിവേഗം കുറയുന്ന ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ഈ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളിലൂടെയാണ് പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവവികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരാനായിട്ട് സാധിച്ചത്. പ്രതിശീർഷ വരുമാനം കുറവായിരുന്നിട്ടും മാനവവികസന സൂചികയിൽ ആഗോള നിലവാരത്തിലേക്ക് ഉയരാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. 1965 നടപ്പാക്കിയ സാർവത്രിക പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ 1965 സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കുന്നത്. ദാരിദ്ര്യ ലഘൂകരണത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയായി. കൂടാതെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയിലൂടെയും പ്രാദേശിക ഭരണത്തിൽ വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെയും സാക്ഷരതയിൽ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുടെയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. കുടുംബശ്രീയുടെ വാക്യമാണ് ഒന്നായി മുന്നേറാം എന്ന് പറയുന്നത്. 1998 മെയ് 17 കുടുംബശ്രീ വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന AB വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇത്രയുള്ളൂ ഈ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ആദ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചൊല്ലി കയറി. പിന്നെന്താണ്, ഇന്ത്യ രൂപീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ അങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുണ്ട്.
പിന്നെന്താ ഇന്ത്യ വിഭജനത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരാളായിരുന്നു സിറിൽ റാഡ്ക്ലിഫ്. വിഭജനത്തെ തുടർന്നിട്ട് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. എന്നാൽ ഭൂരിപക്ഷം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. പിന്നെന്താ ബംഗാളും പഞ്ചാബും വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ, പൂർവ്വ ബംഗാൾ പാകിസ്ഥാനും കിട്ടി. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനായിട്ട് മാറി. അതുപോലെ തന്നെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യ ആയപ്പോൾ പശ്ചിമ ബംഗാൾ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറി. പിന്നെന്തൊക്കെയായിരുന്നു, പിന്നെ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. പക്ഷേ കിഴക്കൻ ബംഗാളിൽ ഇങ്ങനെ കൂട്ടപ്പലായനമൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1905 ബംഗാൾ വിഭജനത്തിനെതിരെ മതനിരപേക്ഷതയുടെ ദേശീയത വന്നു. ബംഗാൾ ജനതയുടെ ഭാഷാപരമായ ഐക്യം, പിന്നെ ബ്രഹ്മപുത്ര നദിയും അതിൻ്റെ പോഷക നദിയൊക്കെ കടന്നിട്ട് പലായനത്തിന് വിഘാതമായത്. പിന്നെ സിൽഹെറ്റ് ഹിതപരിശോധന 1947 മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിക്കാൻ തീരുമാനിച്ചതിനൊപ്പം തന്നെ സിൽഹെറ്റിൽ ഹിതപരിശോധന നടത്തി. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശം കിഴക്കൻ പാകിസ്ഥാനിൽ ചേർന്നു. പക്ഷേ സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം അസം പ്രവിശ്യയുടെ ഭാഗമായിട്ട് നിലകൊണ്ടു. സിറിൽ റാഡ്ക്ലിഫ് മുന്നേ ഇന്ത്യ സന്ദർശിക്കാണ്ടും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ മനസ്സിലാക്കാണ്ടും 5 ആഴ്ച കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാക് വിഭജനത്തിൻ്റെ അതിർത്തി രേഖ തയ്യാറാക്കിയ ആളാണ് സിറിൽ റാഡ്ക്ലിഫ്. പിന്നെ മൗനത്തിൻ്റെ മറുപുറം അല്ലെങ്കിൽ ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്നത് ഉർവശി ഭൂട്ടാലിയുടെ ഗ്രന്ഥമാണ്. പിന്നെ രാഷ്ട്രപിതാവ് 1948 ജനുവരി 30 മരിച്ചു. അവിടെ വെച്ചിട്ട് ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ചിട്ട് നാന്ദുന വിനായക് ഗോഡ്സെയാണ് വെടിവെച്ച് കൊലപ്പെടുത്തി. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്ന വെടിയേറ്റിട്ടാണെന്ന് ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞിട്ടുള്ളത്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ഭരണഘടന 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ആരംഭിച്ചു. 47 ജനുവരി 22 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ലക്ഷ്യപ്രമേയം അംഗീകരിച്ചു. ഇന്ന് 47 ജനുവരി 22 പിന്നെ 49 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം കൊടുത്തു. അങ്ങനെ ഭരണഘടന നിലവിൽ വരുന്ന 50 ജനുവരി 26 51-52 ആദ്യത്തെ തെരഞ്ഞെടുപ്പും അങ്ങനെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നു. പിന്നെ സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളിയാണ് അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, സമ്പദ്ഘടന ശക്തിപ്പെടുത്തുക, ഒരു വിദേശ നയം രൂപപ്പെടുത്തുക. പിന്നെ ബംഗ്ലാദേശ് രൂപീകരിച്ചത് 1971 സ്വതന്ത്ര രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി. പിന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നത്. പ്രധാന പങ്കുവഹിച്ച സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തലവനായിരുന്ന VP മേനോനും. ജുനാഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് നാട്ടുരാജ്യങ്ങളിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. അവരൊക്കെ ഒരു ലയനക്കരാർ വഴി ലയിപ്പിച്ചു. പ്രിവി പേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം അനുവദിച്ച് നൽകി. പക്ഷേ പ്രിവി പേഴ്സ് എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ രാജാക്കന്മാരുടെ അധികാരവും വരുമാനവും നഷ്ടമായി. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഭരണകുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായമായിട്ടൊരു നിശ്ചിത തുക നൽകിക്കൊണ്ടിരുന്നു. അതിനാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. 26ാമത്തെ ഭേദഗതി പ്രകാരം പ്രിവി പേഴ്സ് നിർത്തലാക്കുന്നു ഇന്ദിരാഗാന്ധി. പിന്നെ ഫ്രഞ്ച്, പോർച്ചുഗീസ് 1954 ഇന്ത്യയിൽ ഫ്രഞ്ച് അധിനിവേശം നിൽക്കുന്നത്. പോർച്ചുഗീസ് ആണെങ്കിൽ 1961 പോർച്ചുഗീസിൻ്റെ അധിനിവേശം നിൽക്കുന്നത്. പിന്നെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള പ്രോത്സാഹനമായിരിക്കും പറയുന്നത് ഗാന്ധിജിയാണ്. ഇതിനെക്കുറിച്ച് ഘട്ടങ്ങളായിട്ട് നടന്നു. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിക്കാൻ പറഞ്ഞത് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. പിന്നെ SK ദർ അധ്യക്ഷനായിട്ട് 48 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ നിയമിച്ചു. പിന്നെ ഈ ഭാഷാ സംസ്ഥാനം വേണമെന്നുള്ള ആവശ്യം പരിശോധിക്കാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു, പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെട്ട ഒരു കമ്മിറ്റി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോഗിച്ചു 48. പിന്നെ 52 തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് ആന്ധ്ര സംസ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അങ്ങനെ 53 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. പിന്നെ ഫസൽ അലി ചെയർമാനായിട്ട് KM പണിക്കരും HN കുൻസറും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുനഃസംഘടന കമ്മീഷൻ വന്നു. 53 വന്നത്. അങ്ങനെ 56 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ നടത്തിയിട്ടുള്ള
വഴികളിൽ ഇന്ത്യൻ ആസൂത്രണം, അതിൽ ഇന്ത്യൻ ആസൂത്രണം എന്താ പറയുക, റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള ഒരാളാണ് നെഹ്റു എന്ന് പറയുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടർന്നത്. ഇന്ത്യൻ ആസൂത്രണം 38 ഒരു ദേശീയ ആസൂത്രണ കമ്മിറ്റി, 44 ബോംബെ പ്ലാൻ, 45 അമ്മൻവാടി ജനകീയ പദ്ധതി, പിന്നെ JC കുമരപ്പയുടെ ഗാന്ധിയൻ പ്ലാന്, നെഹ്റു അധ്യക്ഷനായിട്ട് 50 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ വന്നു. 51 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി, 2015 നീതി ആയോഗും നിലവിൽ വന്നു. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണ് മുൻഗണന കൊടുത്തത്. അതുപോലെ എന്താ പറയുക, ജലസേചന സൗകര്യം, ഊർജ്ജോൽപാദനം ആവശ്യമായിരുന്നു. പിന്നെ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. സത്ലജിലെ ബക്രാനങ്കൽ, ദാമോദർ നദീതടം, മഹാനദിയിലെ ഹിരാക്കുണ്ടൊക്കെ ആ സമയത്താണ് വന്നത്. പിന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉന്നം കൊടുത്തത് വ്യവസായത്തിനാണ്. ആ സമയത്താണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി വ്യവസായശാലകൾ വരുന്നത്. റൂർക്കേല, ഭിലായി, ദുർഗാപൂർ, ബൊക്കാറോ. റൂർക്കേല ഒഡീഷയിൽ സഹായിച്ചത് ജർമ്മനി, ഭിലായി ഛത്തീസ്ഗഡിൽ റഷ്യ, ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡിൽ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെ. ഭൂപരിഷ്കരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആൾക്കാരുടെ കയ്യിലുള്ള ഭൂമി പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. ഒരു പരിധി കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കുന്നതാണ് ഭൂപരിഷ്കരണം. പിന്നെ ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോദ ഭാവെയാണ്. പിന്നെ ഹരിത വിപ്ലവം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. 1960 മുതൽ 70 വരെയും 70 മുതൽ 80 വരെയാണ് 2 ഘട്ടങ്ങളാണ് നടന്നിട്ടുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളം, കീടനാശിനി, അത്യാധുനിക യന്ത്രങ്ങൾ, ജലസേചന സൗകര്യങ്ങളൊക്കെ ഹരിത വിപ്ലവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. പാലിൻ്റെ ഉൽപ്പാദനം ലക്ഷ്യമിട്ട് ധവള വിപ്ലവം, അത് വർഗീസ് കുര്യനും. പിന്നെ മത്സ്യത്തിൻ്റെ ഉൽപ്പാദനം ലക്ഷ്യമിട്ടിട്ട് നീല വിപ്ലവവും. പിന്നെ ബാങ്കിൻ്റെ ദേശസാൽക്കരണം, 1969 ഇന്ദിരാഗാന്ധി 14 ബാങ്കിനെ ഗവൺമെൻറ് ഏറ്റെടുത്തു. അതിനാണ് ദേശസാൽക്കരണം എന്ന് പറയുന്നത്. പിന്നെ 80 6 ബാങ്കുകൾ കൂടി ദേശസാൽക്കരിച്ചു. പിന്നെ വിദ്യാഭ്യാസം കുറച്ച് കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ 48, സർവകലാശാല വിദ്യാഭ്യാസം, ലക്ഷ്മണസ്വാമി മുതലിയാർ 52 സെക്കൻഡറി വിദ്യാഭ്യാസം, DS കോത്താരി 64 വിദ്യാഭ്യാസത്തിന് ദേശീയ ഘടന. പിന്നെ ദേശീയ വിദ്യാഭ്യാസം 86 വന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് മുന്നിൽ നൽകിയത്. പിന്നെ ഒരു ദേശീയ വിദ്യാഭ്യാസം 2020 പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസത്തിനും മുന്നിൽ നൽകി. പിന്നെയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ കുറച്ച് സ്ഥാപനങ്ങൾ വന്നു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ബാർക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, AIIMS, DRDO. പിന്നെ 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം രാജസ്ഥാനിലെ പൊക്രാനിൽ നടക്കുന്നു. ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു ഓപ്പറേഷൻ്റെ പേര്. രണ്ടാമത്തെ പരീക്ഷണം 1998 പൊക്രാനിൽ നടന്നു. അതിൻ്റെ പേര് ഓപ്പറേഷൻ ശക്തി. പിന്നെ ബഹിരാകാശ ഗവേഷണത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ് വിക്രം സാരാഭായും ഹോമി ജെ ബാബിയും. അങ്ങനെ 1969 ബാംഗ്ലൂരിൽ ISRO വന്നിട്ടുണ്ട്. DRDO വന്നിട്ടുണ്ട്. VSSC നാഷണൽ റിമോട്ട് സെൻസർ സെൻറ്റർ ഹൈദരാബാദ്, ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ പ്രധാന ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങളാണ് 75 ഏപ്രിൽ 19 കൃത്രിമ ഉപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിച്ചു. പിന്നെ ചന്ദ്രയാൻ 1, 2, 3. പിന്നെ സൗര ഗവേഷണത്തിന് വേണ്ടിയിട്ട് ആദിത്യ L1, 2013 മംഗൾയാൻ ദൗത്യം, ചൊവ്വ ദൗത്യം. പിന്നെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്ക് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന APJ. പിന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു. പ്രധാന തത്വങ്ങൾ: സമാധാനപരമായ സഹവർത്തിത്വം, കൊളോണിയലിസത്തിന് വർണ്ണവൈജന്യത്തിനെതിരെ നിലകൊള്ളുക, ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുക, ചേരിചേരാ നയം, പഞ്ചശീല തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ 54 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചൈനീസ് പ്രധാനമന്ത്രി ചൗ വെൻലായും ഒപ്പുവെച്ചിട്ടുള്ളതാണ്. രാജ്യങ്ങളുടെ പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ആക്രമിക്കാണ്ടിരിക്കുക, ആഭ്യന്തര കാര്യങ്ങൾ പരസ്പരം ഇടപെടാതിരിക്കുക, പരസ്പര സ്നേഹം സഹായമൊക്കെ പുലർത്തുക, അതൊക്കെയായിരുന്നു. പിന്നെ ചേരിചേരാ പ്രസ്ഥാനം, രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്കയും റഷ്യയും 2 വൻ ശക്തികളായപ്പോൾ അതിലൊന്നും ചേരാണ്ട് നിൽക്കാനാണ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. 1983 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് 7ാമത്തെ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ഉച്ചകോടി നടന്നിട്ടുള്ളത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഗ്യാനി സെയിൽസിംഗ് രാഷ്ട്രപതിയായിരുന്നു. ക്യൂബയുടെ പ്രസിഡന്റ് ഫിഡൽ കാസ്ട്രോയും ആയിരുന്നു. പിന്നെ കേരളം 57 ഏപ്രിൽ 27 കേരള നിയമസഭ നിലവിൽ വന്നു. 56 നവംബർ 1 കേരളം നിലവിൽ വരുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാറും ദക്ഷിണ കർണാടക ജില്ലയിലെ കാസർഗോഡും ഉൾപ്പെട്ടിട്ടാണ് 56 നവംബർ 1 വരുന്നത്. പിന്നെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS. പിന്നെ ഭൂപരിഷ്കരണം 57 നിലവിൽ വന്ന കേരള സർക്കാർ 1970 ജനുവരി 1 ഒരു കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം
കൊണ്ടുവന്നു. അതുപ്രകാരം കുടിയാന്മാർക്ക് കൃഷിഭൂമിയിൽ സ്ഥിരാവകാശം ലഭിച്ചു. പിന്നെ എന്താണ്, ഒരു പരിധി നിർണ്ണയിച്ചു. ജന്മിത്തം അവസാനിപ്പിച്ചു. കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന ചൂഷണ സമത്വമൊക്കെ അവസാനിപ്പിച്ചു. പിന്നെ ഭൂപരിഷ്കരണ നിയമം 82-ാം വകുപ്പിൽ 7.5 ഏക്കർ ഒരാൾക്ക് കൈവശം വയ്ക്കാം. എന്നാൽ ഒരു കുടുംബത്തിലാണെങ്കിൽ 15 ഏക്കർ കൈവശം വയ്ക്കാം. എന്നാൽ ആ കുടുംബത്തിൽ 5 പേരിൽ കൂടുതലുണ്ടെങ്കിൽ 20 ഏക്കർ കൈവശം വയ്ക്കാം. പിന്നെ ഞങ്ങളുടെ കുട്ടികളെ പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ എന്നുള്ള ഡയലോഗ് അടിച്ചത് അയ്യങ്കാളി. പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തിന് സ്വാധീനിച്ച ഘടകങ്ങളാണ് അച്ചടിയുടെ പ്രസ്ഥാനം, ഗ്രന്ഥശാല പ്രസ്ഥാനം, സാക്ഷരത, അനൗപചാരിക വിദ്യാഭ്യാസ പ്രവർത്തനം, അധികാര വികേന്ദ്രീകരണം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച് 1829 സ്വാതി തിരുനാൾ ഒരു തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചു. പിന്നെ 45 P.N. പണിക്കരുടെ നേതൃത്വത്തിലാണ് ഒരു ഗ്രന്ഥശാല പ്രസ്ഥാനം തുടക്കം കുറിക്കുന്നത്. പിന്നെന്താ, 1957 ഒരു കേരള വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു. അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യം സാർവത്രികമാക്കാൻ സഹായിച്ചു. 1991 ഏപ്രിൽ 18 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറി. 1994 ഏപ്രിൽ 23 കേരള പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നു. പിന്നെ കുറേ സ്ഥാപനങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിൽ നിലവിൽ വരുമ്പോൾ കേരള സർവകലാശാല മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ കുറേ സ്ഥാപനങ്ങളും കൂടിയിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖല, കുറഞ്ഞ ശിശുമരണ നിരക്ക്, കുറഞ്ഞ മാതൃമരണം, ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ ജനസംഖ്യ വളർച്ച, അതൊക്കെ കേരളം കൈവരിച്ച നേട്ടങ്ങളാണ്. പിന്നെന്താണ്, 65 സാർവത്രിക പൊതുവിതരണ സമ്പ്രദായം കൊണ്ടുവന്നു. പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് കുടുംബശ്രീ കൊണ്ടുവന്നു. പിന്നെ സാക്ഷരതയ്ക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ വന്നു. കുടുംബശ്രീയുടെ ആപ്തവാക്യമാണ് ഒന്നായി മുന്നേറാം. 1998 മെയ് 17 കുടുംബശ്രീ വന്നു. AB വാജ്പേയി മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്ത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത് ആലപ്പുഴയിലും. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.